അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആമേൻ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 4 കാര്യങ്ങൾ നമുക്ക് ആ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. 1, അവർ ഉപദേശം കേട്ടവരാണ്. 2, കൂട്ടായ്മ ആചരിച്ചു. 3, അപ്പം നുറുക്കി. 4, പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അവർ ആര്? അപ്പോസ്തലന്മാർ, പുതിയ നിയമസഭ, 1-ാം നൂറ്റാണ്ടിലെ സഭ. ഇവർക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പ്രത്യേകത നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. എല്ലാം പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. എങ്കിലും ചിലത് ദൈവസന്നിധിയിൽ പറയാൻ ഞാൻ കഥാവിൽ ആഗ്രഹിക്കുക. ആമേൻ, സ്തോത്രം. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകമാണ്. പ്രധാനമായും അപ്പോസ്തലനായ പത്രോസിലൂടെയും പൗലോസിലൂടെയും നടക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് വർണ്ണിക്കുന്ന പുസ്തകമാണ്. അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധാത്മ പ്രവർത്തികളെക്കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായി വർണ്ണിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. ആമേൻ, സ്തോത്രം. അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ കടന്നു വരുവാൻ അധികം ആഗ്രഹിക്കുന്നില്ല. നാം ഓർപ്പിച്ചതുപോലെ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഈ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ആമേൻ ആദിമ സഭയുടെ പ്രത്യേകതകൾ ചിലത് ആമേൻ നോക്കുകയാണെങ്കിൽ, 1-ാമത്തെ പ്രത്യേകത അവർ കാത്തിരിക്കുന്നവരായിരുന്നു. 1-ാമത്തെ പ്രത്യേകത അവർ കാത്തിരിക്കുന്നു. ആമേൻ. 1-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആമേൻ. ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാ. ആമേൻ, സ്തോത്രം. അങ്ങനെ അവർ ആമേൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട ആമേൻ വാഗ്ദത്തത്തിനായി, ആമേൻ നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. യേശു കർത്താവ് ആമേൻ സ്വർഗാരോഹണം ചെയ്യാനായി പോകുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞ അതിപ്രധാനമായ കാര്യം, ആമേൻ സ്തോത്രം, അവരോട് കൂടെ ഇരിക്കുമ്പോൾ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം പ്രാരംഭത്തിൽ പറയട്ടെ. നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം ചിലത് നമുക്ക് പൊഴിച്ചു തരുന്നത്, ആമേൻ ദൈവം ചിലത് നമ്മളോട് അറിയിക്കുന്നത്, നാം എന്ത് ചെയ്യണമെന്ന്, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന്. ആമേൻ ആകുലതപ്പെട്ട് ആമേൻ നമുക്കറിയാം, ആമേൻ ശിഷ്യന്മാർ കരുതിയിരുന്നില്ല, ആമേൻ സ്തോത്രം, ആമേൻ ഇടയനെ വെട്ടും ആടുകൾ ചിതറുമെന്ന പ്രവചനം ആമേൻ നിറവേറുമെന്ന് അവർ വളരെ വേഗത്തിലൊന്നും കരുതിയിരുന്നില്ല. അത് തങ്ങളോടുകൂടെ നടന്ന മശിഹായാണെന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇടയനെ വെട്ടിയപ്പോൾ നമുക്കറിയാം അവർ ചിതറുവാനിടയായി, അവരാകുലപ്പെടുവാനിടയായി, അവൻ പരിഭ്രമിക്കുവാനിടയായി തീർന്നു. അവൻ എന്തായി തീരുമെന്ന് അവർ ഭയപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ അവരോട് കർത്താവ് അതിശ്രേഷ്ഠമായ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ കാത്തിരിക്കണം. എപ്പോഴും അവരോട് പറഞ്ഞത്, അവൻ അവരുമായി കൂടെ ഇരിക്കുമ്പോൾ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം, ആമേൻ ഹല്ലേലൂയ, പലപ്പോഴും പല വിഷയങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുമ്പോൾ, അവർ പ്രതികൂലമായി ഭവിക്കുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതത്തിൽ സ്ഥിതിഗതികൾ നേരിടേണ്ടതായി വരുമ്പോൾ ഒറ്റ അവസരമേ ഉള്ളൂ, ഒറ്റ ചാൻസേ ഉള്ളൂ. ബി വിത്ത് ദ ലോർഡ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചേർന്നിരിക്കണം, കർത്താവിൻ്റെ അടുത്തിലേക്ക് വരണം. അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു തരും എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്, ഏത് സ്റ്റെപ്പാണ് നമ്മുടെ അടുത്തതായി ചെയ്യേണ്ടത്. അവരോട് പറയുക, നിങ്ങൾ കാത്തിരിക്കണം. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത, അവർ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കാത്തിരിക്കാൻ തയ്യാറായി. ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന യുവതിലെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അങ്ങനെയെങ്കിൽ കാത്തിരിപ്പ് വെറുതെ അല്ല, വെറുതെ അല്ല. ഹല്ലേലൂയ. എത്ര പേർക്കൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. ഹബക്കൂക്ക് പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ആമേൻ ദർശനത്തിന് നമുക്ക് പലപ്പോഴും അറിയാം ഈ കാത്തിരിപ്പ് മടുപ്പുള്ള കാര്യം അല്ലേ? ആമേൻ സ്തോത്രം. ആമേൻ ആ മടുപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ പ്രയാസമായി കടന്നു വരാൻ ഇടയായിത്തീരും. എന്നാൽ ആമേൻ സ്തോത്രം, എപ്പോഴും മനസ്സിലാക്കുക, നാം കാത്തിരിക്കുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ദൈവത്തിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ ഉണ്ട്.
ആമൻ സ്തോത്രം. ചില മറുപടികൾ അങ്ങനെ, ചില മറുപടികൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കും. ആമൻ ചിലത് ആമൻ താമസിക്കും, അല്ല ചിലപ്പോൾ ചിലത് ലഭിച്ചില്ല എന്ന് വരും. ആമൻ ഇതിൻ്റെ എല്ലാം അകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമുക്കായി നല്ലതൊന്ന് കരുതി ആമൻ നമ്മോട് പറയുക, നീ കാത്തിരിക്കണം, നീ വെയിറ്റ് ചെയ്യണം. അവൻ ഇന്ന് പകലിൽ ദൈവത്തിലായിരിക്കും. ദൈവവേദന നീ ഭാരപ്പെടണ്ട, അവന് പ്രയാസപ്പെടണ്ട. അവൻ ദൈവസഭയുടെ ദൈവജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാത്തിരിക്കാൻ തയ്യാറാകണം. യെരൂശലേമിൽ നിന്ന്, യെരൂശലേം എന്ന അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുള്ളതാ, ദൈവത്തിൻ്റെ ആലയം നിൽക്കുന്ന സ്ഥലം എന്നുള്ളതാ. അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നാം കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കാൻ തയ്യാറായാൽ നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. രണ്ടാമത്തെ കാര്യമാണ് ആമൻ സ്തോത്രം. ആമൻ 2-ാം അധ്യായം അതിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 2:1 മുതൽ വായിച്ചാട്ടെ. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. നോക്കണമേ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവരുടെ രണ്ടാമത്തെ പ്രത്യേകത ഒന്നിച്ചു കൂടിയിരിക്കുന്നവരാ. യൂണിറ്റി എന്നുള്ളത്. ഒന്ന്, അവർ കാത്തിരിക്കുന്നവരായിരുന്നു. 2, അവർ ഒരുമനപ്പെട്ടവരായിരുന്നു. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. പലപ്പോഴും ആമൻ സ്തോത്രം നമുക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമായി ഇത് മാറുകയാണ്. ആമൻ ആത്മീയ ഗോളത്തിൽ, ആത്മീയ ലോകത്തിൽ ആമൻ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ ഒന്നിക്കാൻ പാടാ, അല്ലേ? ഇങ്ങനെ മലയാളത്തിൽ പറയാറുണ്ട്, പാലയ്ക്ക പിരിഞ്ഞിരിക്കുന്ന പോലെ പിരിഞ്ഞിരിക്കും, അല്ലേ? ആമൻ സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയും, ഒരു നിറവിലേക്ക് നടക്കണമോ, ഒരു വിടുതലിലേക്ക് നടക്കണമോ? ആമൻ സ്തോത്രം. ഹല്ലേലൂയ. ആമൻ സ്തോത്രം. ഒരു മറുപടിയിലേക്ക് എത്തിച്ചേരണമോ, ഒരു വിടുതൽ കാണണമോ? ആമൻ ശിഷ്യന്മാരോട് ആമൻ നമുക്കറിയാം, 1-ാമത്തെ അധ്യായം പഠിച്ചാൽ ആമൻ സ്തോത്രം 1-ന്റെ 15-ാമത്തെ നോക്കിയാട്ടെ. ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റു എന്ന് പറഞ്ഞത്. നോക്കണമേ, അവിടെ 120 പേരുള്ള സംഘമാ. പുള്ളി ഒറ്റയ്ക്ക് എഴുന്നേറ്റ് എന്നങ്ങ് പറഞ്ഞു. സ്തോത്രം. അതേ പത്രോസിനെ 2-ന്റെ 14-ാമത്തെ വാക്യം നോക്കിയാട്ടെ. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. അവിടെ വന്നപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. 11 പേരോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു നിൽപ്പാ. ചിലപ്പോൾ സംസാരിക്കുന്ന ഒരാളായിരിക്കാം, അതിനുവേണ്ടി ആയിരിക്കാം പത്രോസ്. പക്ഷെ പരിശുദ്ധാത്മാവ് 2 എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ഒരിടത്ത് ഒറ്റയ്ക്ക് അങ്ങ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറയാൻ വന്നത് യൂദയ്ക്ക് പകരം ഒരാളെ വേണം. ഇത് പറയാൻ വേണ്ടി എഴുന്നേറ്റത്. പക്ഷെ അടുത്ത അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവൻ അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വചനം. ഒറ്റയ്ക്കല്ല എഴുന്നേറ്റ്, 11 പേരോട് കൂടെ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാ, ആമൻ, നീ ഒറ്റയ്ക്ക് എഴുന്നേൽക്കുന്നതിനേക്കാളും നീ ചിലരോട് കൂടെ എഴുന്നേറ്റാൽ, ആമൻ, ദൈവജനത്തോടു കൂടെ ചേർന്ന് നിന്നാൽ, ആമൻ സഭയോട് ചേർന്ന് നിന്നാൽ, അതിനകത്തൊരു വലിയ പ്രവൃത്തിയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും കാര്യങ്ങൾ നടക്കും, ഒറ്റയ്ക്ക് പറയാം, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടത്തില്ല, ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. ആമൻ. ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെടത്തില്ല. ഇവിടെ അവരെക്കുറിച്ച് പറയാം, ഒരുമനപ്പെട്ടു, ഐക്യമത്യപ്പെട്ടു. ക്ഷണത്തിൽ എന്നൊക്കെ പറയാറില്ലേ? ക്ഷണത്തിൽ അവൻ കുതിച്ചെഴുന്നേറ്റു, അവൻ്റെ കാലും നരിയാണിയും ഉറച്ചെന്ന് വിടുതൽ പ്രാപിച്ച മുടന്തനെ കുറിച്ച് നാം വായി. ക്ഷണത്തിൽ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിലൊരു ദൂത് പറയാൻ പോകുകയാ. അവൻ നാളുകളായി ചില മറുപടികൾ അവൻ തങ്ങി നിന്നിട്ട് ലഭിക്കാൻ കഴിയാതെ, അവൻ പ്രാപിക്കാൻ കഴിയാത്ത അകന്ന് മാറി നീ അതിനെ കാത്തിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുകയാ, സെക്കൻഡുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ, നിമിഷങ്ങൾക്കുള്ളിൽ അത് ചെയ്തു തരുവാൻ ദൈവം മതിയായവനാണ്. നീ ഒരുമനപ്പെട്ടാൽ മതി, ഒരുമിച്ചാൽ മതി, ഒറ്റ ഹൃദയമുണ്ടായാൽ മതി. ഈ കർത്താവ് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം ദൈവസഭകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇങ്ങനെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത്. ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് ഏത് കാര്യം, അങ്ങനല്ലേ? 2 പേര് ഐക്യമത്യപ്പെടാനാ പാട്. 2 രാജ്യങ്ങൾ വേണം ഐക്യമത്യപ്പെടാം, അല്ലേ? 2 പേര് തമ്മിൽ ഐക്യമത്യപ്പെടാനാ പാട്. ആമൻ സ്തോത്രം. ഞാൻ വേഗത്തിൽ മുൻപോട്ട് കടന്നു പോകട്ടെ. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ആമൻ സ്തോത്രം. 2 പേർ ഐക്യമത്യപ്പെട്ടാൽ അവർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ദൈവം ഇറങ്ങി വരും.
ദൈവം മറുപടി തരും. ഇവിടെ അവർ 120 പേരുള്ളൊരു സംഘം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അവർ വേറൊന്നും ചെയ്തില്ല. അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നാമത്തെ വാക്യം അങ്ങനല്ലേ? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഐക്യതയുടെ ഗുണം നോക്കിയാണ്. പെട്ടെന്ന് അവർ പ്രാർത്ഥിച്ചതായിട്ട് അവിടെ എഴുതിയിട്ടില്ല, പാടിയതായിട്ട് എഴുതിയിട്ടില്ല, അവർ ആരാധിച്ചതായിട്ട് എഴുതിയിട്ടില്ല, അവരെന്തെങ്കിലും അവൻ ചെയ്തതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ അവർ ഒരു മനപ്പെട്ടപ്പോൾ ഇന്ന് പകൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തോട് പറയാൻ കഴിയും, കർത്താവേ ഈ ഒരു ക്വാളിറ്റി എന്നിലേക്ക് വരണമേ, ആമേൻ സ്തോത്രം, ഈ ഒരു ചിന്ത എന്നിലേക്ക് വരണമേ. ദൈവങ്ങളെ പെട്ടെന്ന് മറുപടി വരും. ഈ പൗലോസ് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ആമേൻ ആമേൻ. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരാം. അതിൻ്റെ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യം നോക്കിയാട്ടെ. സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവേ. ഈ ഐക്യമത്യപ്പെടണമെന്നുള്ളത് എങ്ങനെയാണെന്ന് പൗലോസ് നന്നായിട്ട് പറയുകയാണ്. പൗലോസ് പറയാം, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹമുണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരാവുവിൻ. സ്തോത്രം. ഏക മനസ്സ്, ഏക സ്നേഹം, ആമേൻ സ്തോത്രം, ഐക്യമത്യപ്പെട്ട് ഏകഭാവം. ഹല്ലേലൂയ. അതിനെയാ പൗലോസ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ സ്നേഹം. കൊടുക്കുന്നതോ വാങ്ങുന്നതോ സഹായിക്കുന്നതോ കരുതുന്നതോ ആരാധിക്കുന്നതോ സ്തുതിക്കുന്നതോ ഇതെല്ലാം ദൈവികമാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം എന്താ? ദൈവം എങ്ങനെ നമ്മളെ സ്നേഹിച്ചത്? തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവസ്നേഹം വചനം പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ? ആ അധ്യായം പഠിക്കണം. 1 കൊരിന്ത്യർ വേഗത്തിൽ ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യയിലേക്കൊന്ന് വരാം. 13-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. കണ്ടോ? ദൈവസ്നേഹത്തെ കുറിച്ച് പറയുക. സ്നേഹം ദീർഘമായി ക്ഷമിക്കും. ഞാൻ ഒരിക്കൽ ക്ഷമയെ കുറിച്ച് പറഞ്ഞതാ അല്ലേ? പത്രോസ് ചോദിച്ചു, സഹോദരൻ പിഴച്ചാൽ അവനോട് എത്ര വട്ടം? നല്ല ചോദ്യം. അങ്ങനെ ഒരു ചോദ്യമെങ്കിലും വന്നല്ലോ. എന്നിട്ട് ഉത്തരവും പറഞ്ഞു പുള്ളി, 7 വട്ടം. നമ്മൾ 7 വട്ടം മതിയോ? കഥ പറഞ്ഞ 7 അല്ല, 70 വട്ടം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ദീർഘമായി ക്ഷമിച്ചു, ദയ കാണിച്ചു അല്ലേ? അടുത്ത വാക്യം വായിച്ചോട്ടെ. ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇതൊക്കെ എഴുതിയിടണം കേട്ടോ. എല്ലാം പൊറുക്കുന്നു. കഴിയാറുണ്ടോ? പൗലോസ് പറയാം, നിങ്ങൾ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ അതുണ്ടാകണം. എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. ആമേൻ സ്തോത്രം. സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അവരെ കുറിച്ച് പറയുക, നിങ്ങൾ ഏക ഭാവമുള്ളവരായിരിപ്പീൻ, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക മനസ്സുള്ളവരായിരിപ്പീൻ. ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഇന്ന് പകലാത്മാവിൽ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ എല്ലാം ക്ഷമിക്കണം, എല്ലാം സഹിക്കണം, എല്ലാം പൊറുക്കണം.
എത്ര പേർക്ക് വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കും? കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു ഹൃദയം തരണമെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഭൂമിയിൽ ഒരു മനുഷ്യനും വിശുദ്ധൻ, ആരെങ്കിലും വിശുദ്ധനാ പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചു. ഉണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. എങ്കിലും അവൻ നമ്മെ സ്നേഹിച്ചു, നമ്മെ വീണ്ടെടുത്തു. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമല്ല, നമ്മളോട് തോന്നിയ കരുണയാണ്. ഇതാ ദൈവം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരോടും കൂടെ തോന്നണം. നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് അവൻ സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം വരുവാൻ ഇടയാകണം. മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കാണണം. അവൻ സ്വതന്ത്രം മടങ്ങി വരാം. 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാ, അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ചുമ്മാതെ ഒരുമിച്ച് കൂടിയിരുന്നു എന്നല്ല കേട്ടോ, ഐക്യമത്യപ്പെട്ടു. അവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിരുന്നു. അവരെക്കുറിച്ച് പറയുന്ന 3-ാമത്തെ കാര്യമാണ് അവര് പരിശുദ്ധാത്മാവ് നിറഞ്ഞ. അടുത്ത വാക്യം അങ്ങനെ 2-ന്റെ ആമേൻ സ്തോത്രം. ഇരുന്നിരുന്ന വീട് മുഴുവനും നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നവരായി. അടുത്ത ചോദ്യം, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണോ? ഇങ്ങോട്ട് നോക്കിയാട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? അതിൻ്റെ നിറവുണ്ടോ? ആഗ്രഹമുണ്ടോ? കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാലോ അവൻ നിങ്ങളുടെ അടുക്കൽ വന്ന് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. കാര്യസ്ഥൻ, ആശ്വാസപ്രദൻ, സകല സത്യത്തിലും നീതിയിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ എനിക്കും നിങ്ങൾക്കുമായി ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് കർത്തശിഷ്യന്മാരോട് പറയാ, നിങ്ങളെ വാഗ്ദത്തം പ്രാപിക്കണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുക, പ്രബോധിപ്പിക്കുക. ദൈവത്തെ ആരാധിച്ചിട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഈ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാൻ ഇന്നുമായിരിക്കുന്നെങ്കിൽ അബ്ബാന്ന് വിളിച്ചേ, കർത്താവേന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേന്ന് വിളിച്ചേ, എന്റെ അകത്തേക്ക് വരണമെന്ന് പറഞ്ഞാട്ടെ. ഇത് 3 പ്രത്യേകതകളാണ്. 1, അവര് കാത്തിരുന്നു. 2, ഒരുമനപ്പെട്ടു. 3, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവരെ കുറിച്ച് പറയുക, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. നമ്മൾ വായിച്ച കുറുവാക്യം 2:42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ശ്രദ്ധിക്കണമേ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ആരാ? കാത്തിരുന്നവർ, ഒരുമനപ്പെട്ടവർ, പരിശുദ്ധാത്മ നിറഞ്ഞവർ. അവരെ ഉപദേശം കേട്ട്. ഈ ഉപദേശം കേൾക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, എവിടൊക്കെയോ എന്തൊക്കെയോ പാകപ്പിഴയുണ്ട്. സ്തോത്രം. അവരാത്മാവിനെ പ്രാപിച്ചിട്ടില്ല, ആത്മാവിൽ വളരുന്നില്ല, ആത്മാവിൽ നിറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നവർ. വചനം പറയാം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു. കൂട്ടായ്മ ആചരിച്ചു. കൂട്ടായ്മ മുടക്കരുത് കേട്ടോ. സ്തോത്രം. 84-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ആമേൻ. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ, അയ്യോ എത്ര വേറെ, 1000 ദിവസത്തേക്കാൾ, 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ഈ ലോകത്തിൽ ഇനി എത്ര ശ്രേഷ്ഠമെന്ന് പറയുന്ന സ്ഥലത്ത് ഇരിക്കുന്നതിനേക്കാൾ ഒറ്റ ദിവസം വാതിലിന്റെ അടുത്തെങ്കിലും ഒന്ന് വന്നാൽ, ഹല്ലേലൂയ, കൂട്ടായ്മ ആചരിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നതാ, വെറുതെ ആരാധന മുടക്കി വീട്ടിൽ ഇരിക്കരുത്, വേറെ ജോലിക്ക് പോകരുത്, വൃഥാവാക്കരുത്, സഭായോഗങ്ങളെ ഉപേക്ഷയെ വിചാരിക്കരുത്. 1000 ദിവസം ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്നതിനകത്ത് പോയാലും പ്രയോജനപ്പെടത്തില്ല. ഒറ്റ ദിവസം വന്ന്, ഒരു ദിവസം അല്ലേ,
ദൈവത്തിന്റെ വചന, ഞാൻ എൻ്റെ വാക്കുകളല്ല പറയുന്നത് കേട്ടോ. ആമേൻ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന